തിഹാങ്ക് ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് വിധത്തിൽ എങ്ങനെയാണ് പനീർ ദോശ അല്ലെങ്കിൽ പനീർ മസാല ദോശ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, ഒരു സബോളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ നമ്മളിത് ഹോം മെയ്ഡ് പനീറാണ്, വീട്ടിൽ തന്നെ പാല് പിരിച്ചുണ്ടാക്കിയിട്ടുള്ള പനീറാണ്. അത് ഏകദേശം 1 പിടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം. ഇത് നമ്മൾ ഏറ്റവും അവസാനം ദോശയുടെ മുകളിൽ വെക്കാനുള്ളതാണ്. ഇത് നമ്മൾ വേവിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പനീർ മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു വലിയ സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും, ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ തക്കാളി വലിപ്പമുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായി വാട്ടിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ചിക്കൻ മസാല നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി. വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ഗരം മസാല ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്ന വരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ പനീർ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മസാല പരുവത്തിലാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പനീർ മസാല നല്ല കുഴഞ്ഞ് നല്ല പരുവത്തിന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ചുടുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ ദോശ പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പനീർ മസാല ഇതിന് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, കാരണം തിരിച്ചിടുമ്പോൾ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ക്യാരറ്റും പനീറും സബോളയും പച്ചമുളകൊക്കെ ഉണ്ട് കൂട്ടിയിട്ട് ഒരു കൂട്ടുണ്ടാക്കിയിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കുകയാണ്. നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ നിങ്ങൾക്ക് തൂവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടിഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് തിരിച്ചിടാൻ പോവുകയാണ്. നമ്മൾ ഈ ക്യാരറ്റ് പനീർ മസാലക്കൂട്ട് വയ്ക്കുമ്പോൾ എന്തായാലും തിരിച്ചിട്ട് വേവിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ടിട്ട് പുറത്തും കുറച്ച് നെയ്യൊക്കെ തൂവി അല്ലെങ്കിൽ എണ്ണ തൂവിയിട്ട് മറ്റേ ഭാഗം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ പനീറിൻ്റെ ഭാഗം കൂടെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ സൂക്ഷിക്കുക പൊട്ടിപ്പോവാതെ. അപ്പോൾ ഇതാ നമ്മുടെ പനീർ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു രീതിയിലും കൂടെ പനീർ ദോശ ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ്. അത് നമ്മൾ സാധാരണ മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ നന്നായി മൊരിയിച്ച് ദോശ ഇട്ടിട്ട് ഈ പനീർ മസാല അതിൽ വയ്ക്കുക. ഇതിൽ ക്യാരറ്റും പനീർ കൂട്ടും വയ്ക്കരുത്, വെറും പനീർ മസാല മാത്രം വെച്ചിട്ട് മസാല ദോശ പോലെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതല്ലേ, ട്രൈ ചെയ്യൂ.